നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. മിഥുനൻ രാശി മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. 2026 ജൂൺ മാസത്തിൽ മിഥുനൻ രാശിയുടെ രാശ്യാധിപനായ ബുധൻ ജൂൺ 21 വരെ ജന്മഭാവത്തിലും ശേഷം 2ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. 6ാം ഭാവാധിപനായി ചൊവ്വ 11, 12 എന്നീ ഭാവങ്ങളിലും അഷ്ടമാധിപനായി ശനി അഭീഷ്ട സ്ഥാനത്തും സ്ഥിതി ചെയ്യുന്നു. ആരോഗ്യ പ്രശ്നം ഉള്ളവർക്ക് പോലും ഈ സമയത്ത് പ്രശ്നങ്ങളെല്ലാം മാറും. 5ാം ഭാവാധിപനായ ശുക്രൻ്റെ ജന്മത്തിലും 2ാം ഭാവത്തിലുമുള്ള സഞ്ചാരം വിദ്യാർത്ഥികൾക്ക് അനുകൂലത നൽകുന്നു. മത്സരങ്ങളിൽ ഉന്നതിയിലെത്താനും സമൂഹത്തിൽ ആദരവും പ്രശംസയും ലഭിക്കാനും അവസരം ലഭിക്കുന്നു. കോമ്പറ്റീഷൻ ടെസ്റ്റുകൾക്ക് അറ്റൻഡ് ചെയ്തിരിക്കുന്നവർക്ക് ഉയർന്ന റാങ്കുകൾ പ്രതീക്ഷിക്കാം. സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള അവസരമാണ്. വിദ്യ കൊണ്ട് ധനലാഭവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. 10ാം ഭാവാധിപനായ വ്യാഴം ജൂൺ 2 വരെ ജന്മത്തിലും ശേഷം ധനഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് തൊഴിൽ സ്ഥലത്ത് ശാന്തിയും സമാധാനവും നൽകുന്നു. അധികാരികളുടെ പ്രീതി ലഭിക്കുന്നു. താൽക്കാലിക ജോലിക്കാരെ സ്ഥിരപ്പെടുത്തുന്നു. ധനവരവ് വർദ്ധിക്കുന്നു. പദവികളിൽ ഉയർച്ചയുണ്ടാകുന്നു. ടീച്ചിങ്, മാനേജ്മെൻറ്റ്, ഫൈനാൻസ്, അഡ്മിനിസ്ട്രേഷൻ എന്നീ മേഖലകളിൽ നേട്ടമുണ്ടാകുന്ന സമയമാണ്. ഏഴാം ഭാവാധിപനും വ്യാഴമാണ്. ഇത് ബിസിനസ്സുകാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു. നല്ല സംസാരത്തിലൂടെ അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് വഴി സ്ഥിര വരുമാനമുണ്ടാകും. നല്ല പാർട്ട്നേഴ്സിന് ലഭിക്കും. ചർച്ചകളിൽ വിജയമുണ്ടാകും. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. സ്ഥാപനത്തിന് റെപ്യൂട്ടേഷൻ ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാവുന്ന സമയമാണ്. ദമ്പതികൾക്കും വളരെ സന്തോഷപ്രദമായ സമയം തന്നെ. ജൂൺ 2 ശേഷം വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം തടസ്സമില്ലാതെ നടക്കും. 2ാം ഭാവത്തിലേക്ക് രാശി മാറുന്ന വ്യാഴം നിങ്ങൾക്ക് തൊഴിലിൽ ഉയർച്ച, പ്രശസ്തി, ധനലാഭം, സുഖം എന്നിവ നൽകും. നിത്യവും ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ കൂടി ജപിക്കുക. ശാന്തി ലഭിക്കും.